ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായി കൂടല്ലൂർ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കൂട്ടക്കളം കതിർ മഹോത്സവത്തിന് പരിസമാപ്തിയായി. കർഷകർ അവരുടെ വയലുകളിൽ വിളയിച്ചെടുത്ത നെല്ല് ഭഗവതിയുടെ തിരുനടയിൽ സമർപ്പിക്കുന്ന വേള കൂടിയാണ് കൂട്ടക്കളം കതിർ മഹോത്സവം. 3 ദിവസങ്ങളിലായാണ് കൂടല്ലൂർ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കൂട്ടക്കളം കതിർ മഹോത്സവം നടന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി പല്ലശ്ശന, നെന്മാറ, എലവഞ്ചേരി, മേലാർകോട് എന്നീ പഞ്ചായത്തുകളിലെ ദേശക്കാർ കൂടല്ലൂരമ്മയ്ക്ക് തണ്ടും കതിരും കുടയും കാണിക്കയായി സമർപ്പിക്കാനെത്തി. കതിർ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങാണിത്. ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളെക്കൊണ്ട് കൂറ വെപ്പിക്കുന്നതും ഈ ഉത്സവത്തിന്റെ മറ്റൊരു പ്രധാന വഴിപാടാണ്. ആദ്യ ദിനത്തിൽ കൂടല്ലൂർ കിഴക്കേക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും ആർപ്പുവിളികളോടും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടും കൂടി ക്ഷേത്രത്തിൽ കൊടിമുള നാട്ടിയതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. 2ാം ദിനത്തിൽ കാലത്ത് പാണ്ടിമേളം, പറവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ കിഴക്കേക്കാവിൽ നിന്നും പറക്കതിർ എഴുന്നള്ളത്ത് നടന്നു. തുടർന്ന് മുല്ലയ്ക്കൽ ക്ഷേത്രത്തിൽ കതിർവീഴ്ച നടത്തി. നിറമാല, ചുറ്റുവിളക്ക് എന്നിവയെ തുടർന്ന് കളമെഴുത്തും തോറ്റമ്പാട്ടും തുടങ്ങി. വൈകിട്ടും കിഴക്കേക്കാവ് പരിസരത്തു നിന്നും പറവാദ്യത്തോടുകൂടി പറകതിർ എഴുന്നള്ളപ്പുണ്ടായി. കാലത്തും വൈകിട്ടുമായി 9 മന്നുകാരുടെ കതിരും കുടയും മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെത്തി. തുടർന്ന് മുല്ലയ്ക്കൽ ക്ഷേത്രത്തിൽ ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. ചൊവ്വാഴ്ച രാത്രി തോറ്റമ്പാട്ട് അവസാനിച്ച് വെട്ടിയാട്ടൽ ചടങ്ങോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനം. 23-ന് ക്ഷേത്രത്തിൽ 7ാം പൂജയോടെ നട തുറക്കും. പല ക്ഷേത്രങ്ങളിലും കതിരുത്സവം ആഘോഷിക്കുന്നുണ്ടെങ്കിലും കൊടുങ്ങല്ലൂരിൽ പാതി കൂടല്ലൂർ എന്നാണ് പ്രമാണം. UTV ന്യൂസ്, പാലക്കാട്.